നിങ്ങളുടെ കുട്ടിക്ക് 3 വയസ്സായോ? ഉടനെ അവരെ അ, ആ, ഇ, ഈ, ഉ, ഊ എന്നൊന്നും എഴുതിപ്പിക്കല്ലേ. പല മാതാപിതാക്കളും വളരെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, എൻ്റെ മോൻ 3 വയസ്സിലെ പെൻസിൽ പിടിച്ചു, ഇപ്പോൾ അക്ഷരങ്ങൾ എഴുതുമെന്നൊക്കെ. പക്ഷേ സത്യം പറയട്ടെ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല കാര്യമല്ല. വിരലുകളിലെ എല്ലുകൾ വളരുന്നതിന് മുമ്പ് തന്നെ പെൻസിൽ കൊടുത്താൽ ഭാവിയിൽ അവരുടെ കൈപ്പട, അതായത് ഹാൻഡ് റൈറ്റിംഗ് മോശമാകാനും എഴുതാൻ മടി കാണിക്കാനും സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴാണ് പെൻസിൽ കൊടുക്കേണ്ടത്? അതിനു മുന്നേ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട വിരലുകളുടെ ജിം എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് കുട്ടികളുടെ കൈക്കുള്ളിലേക്ക് ഒന്ന് നോക്കാം. ഇതൊരു 3 വയസ്സുകാരൻ്റെ കൈപ്പത്തിയുടെ എക്സ്റേ ആണ്. നോക്കൂ, അവരുടെ കൈത്തണ്ടയിലെ, അതായത് റിസ്റ്റിലെ എല്ലുകൾ പോലും പൂർണ്ണമായി ഉറച്ചിട്ടില്ല. അവ ഒഴുകി നടക്കുകയാണ് എന്ന് പറയാം. ഈ സമയത്ത് നമ്മൾ ബലം കൊടുത്ത് ഒരു പെൻസിൽ പിടിക്കാൻ അവരെ നിർബന്ധിപ്പിച്ചാൽ ആ കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ കൊണ്ടാവില്ല, പകരം ഷോൾഡർ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കൈയും ഉപയോഗിച്ചായിരിക്കും. ഇങ്ങനെ കുട്ടികളെ തെറ്റായ രീതിയിലുള്ള പിടുത്തം, അതായത് ഗ്രിപ്പ് ശീലമാക്കുന്നത് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ പെൻസിൽ പിടിക്കുന്നതിന് മുൻപ് അവരുടെ വിരലിലെ ചെറിയ പേശികൾക്ക്, അതായത് ഫൈൻ മോട്ടോർ മസിൽസ്, നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ഇതിനെയാണ് പ്രീ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടി പ്രധാനമായും കളിക്കേണ്ട 3 പ്രധാന കളികൾ ഇവിടെ ഞാൻ പറയാൻ പോവുകയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തേത് പിൻസർ ഗ്രാസ്പ്. നമ്മൾ പെൻസിൽ പിടിക്കുന്നത് പ്രധാനമായും 2 വിരലുകളെ കൊണ്ടാണ്. ഒന്ന് തള്ളവിരലും മറ്റൊന്ന് ചൂണ്ടുവിരലും. ഈ 2 വിരലുകൾക്ക് ബലം വരാൻ ഏറ്റവും നല്ലത് സ്റ്റിക്കർ പറിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് സ്റ്റിക്കറുകൾ കൊടുക്കുക. അത് പറിച്ചെടുത്ത് ഭിത്തിയിലോ ബുക്കിലോ എവിടെ വേണമെങ്കിലും ഒട്ടിക്കട്ടെ, നമുക്ക് പിന്നീട് വൃത്തിയാക്കാം. അതുപോലെ മണ്ണിലോ ക്ലേയിലോ ചെറിയ മണികൾ ഒളിപ്പിച്ച് വെക്കുക, മുത്തുകൾ ഒളിപ്പിച്ച് വെക്കുക. ഇത് 2 വിരൽ കൊണ്ട് നുള്ളിയെടുക്കാൻ പറയുക. നമ്മൾ മാന്തളൊക്കെ നുള്ളി തന്നില്ലേ, അതുപോലെ. ഇത് സിമ്പിളായി തോന്നാം, പക്ഷേ പെൻസിൽ പിടിക്കാൻ വേണ്ട ബേസിക് മസിൽ പവർ ഇതാണ്. ഇനി രണ്ടാമത്തേത് ഐ ഹാൻഡ് കോർഡിനേഷനാണ്. നമ്മൾ എഴുതുമ്പോൾ കണ്ണ് കാണുന്നിടത്താണ് കൈ ചലിക്കേണ്ടത്. ഇതിനെ ഒരു ദൂരത്തിലൂടെ കൃത്യമായി നൂല് കടത്തിവിടാൻ കുട്ടിക്ക് നല്ല ഏകാഗ്രതയും ശ്രദ്ധയും വേണം. അതുപോലെ ഡ്രസ്സിലെ ബട്ടൺ ഇടുന്നതും ബട്ടൺ ഊരുന്നതും വെൽക്രോ വെച്ച് ഒട്ടിക്കുന്നതുമെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതൊക്കെയാണ് യഥാർത്ഥമായിട്ടുള്ള എഴുത്ത് പരിശീലനങ്ങൾ. പല കുട്ടികളും എഴുതുമ്പോൾ കൈ വേഗം വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്താറില്ലേ? ഇതിൻ്റെ കാരണം കൈത്തണ്ടക്ക് ബലമില്ലാത്തത് കൊണ്ടാണ്. ഒരു പേപ്പർ ചുവരിലൊട്ടിക്കുക, കുട്ടി നിന്നുകൊണ്ട് വരക്കട്ടെ, എഴുതട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രാവിറ്റിക്ക് എതിരെ കൈ പൊക്കി പിടിക്കേണ്ടി വരുന്നു. ഇത് അവരുടെ കൈത്തണ്ടക്ക് നല്ല ബലം നൽകും. സ്ലേറ്റിൽ എഴുതുന്നതിനേക്കാൾ ഗുണം ചെയ്യും ഈ ചുമരെഴുത്ത്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, എന്നാണ് പെൻസിൽ കൊടുക്കേണ്ടത് എന്ന്. ഏകദേശം 4 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് ക്രയോൺസോ ചോക്കോ കൊടുക്കാം. കാരണം അതിന് വലിയ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ 3 വയസ്സുകാരൻ്റെ കയ്യിൽ പെൻസിൽ കൊടുത്ത് എഴുതാൻ നിർബന്ധിക്കരുത്, അവരെ കരയിപ്പിക്കരുത്. പകരം അവർക്ക് കളിക്കാൻ ക്ലേയും മുത്തുകളും സ്റ്റിക്കറുകളും മറ്റും കൊടുക്കും. ഓർക്കുക, കുട്ടി ആദ്യം കളിച്ച് കൈകൾക്ക് ബലം വരുത്തട്ടെ. നല്ല കൈപ്പടയൊക്കെ സ്വാഭാവികമായി വന്നോളും. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ടോ? അതോ ആദ്യം തന്നെ പെൻസിൽ കൊടുക്കുകയാണോ ചെയ്യാറ്? കമൻറ്റിൽ പറയൂ. ഇതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള പാരൻറ്റിങ് അറിവുകൾക്കായി ടോയ് ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹാപ്പി പാരൻറ്റിങ്.